അപ്പോൾ നമ്മുടെ വാമി പറഞ്ഞാൽ നമ്മൾ വിഷു ഒന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. ഇത് വിഷുവിൻ്റെ തലേദിവസം രാത്രി നമ്മൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും വെല്ലും സുജി ചേച്ചിയും അമലും വാമിയും മാമനും അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് പടക്കവും കമ്പിത്തിരിയും ചക്രവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 11 മണി 11:15 ആ ഒരു ടൈം ആയപ്പോഴത്തേനും വിഷുക്കണി ഒരുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കൃഷ്ണനെ വെച്ചു. കൃഷ്ണൻ്റെ അടുത്ത് ഒരു വലിയ ഉരുളിയിൽ സെറ്റ് ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെല്ലിൻ്റെ മുകളിൽ തേങ്ങയും അതുപോലെ വിഷു കണിവെള്ളരിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ച് ധാന്യങ്ങളും സ്വർണവും വെള്ളിയും അങ്ങനെ നമ്മൾ ബേസിക്കായിട്ട് വിഷുവിന് വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചു. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയൊരു വിഷുക്കണി സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്തതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായി പോയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വിഷുക്കണി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് വിഷുക്കണീൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ കണിക്കൊന്നയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് കണ്ണ് തട്ടാതിരിക്കാനായിട്ടൊരു കുത്തുങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണി സെറ്റ് ചെയ്ത് നമുക്ക് ഉറങ്ങി എണീച്ചിട്ട് രാവിലെ കണി കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ വിഷുക്കണി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ രാവിലത്തെ പടക്കം പൊട്ടിക്കലാണ്. അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു മെഴുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പടക്കവും കമ്പിത്തിരിയും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പടക്കമൊക്കെ പൊട്ടിച്ചത്. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചത് മാമി ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേന്. പിന്നെ ഇത് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ വലിയ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മരത്തിൻ്റെ ഇടയ്ക്കൂടെ അതൊക്കെ നോക്കി നിന്നു. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ 4 പേരും കൂടെ കൂടി, അതായത് ഞാനും വെല്ലും സുജി ചേച്ചിയും മാമിയും കൂടെ കൂടിയിട്ട് അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി. രാവിലെ കാവിലൊക്കെ പോയി. പിന്നെ നമ്മൾ ഇവിടെ ദേശത്തുള്ള ഹനുമാൻ്റെ അമ്പലത്തിൽ പോയി, ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ പോയി. അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവിടെ പോയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ തേങ്ങയൊക്കെ കെട്ടി വെച്ചേക്കുന്നതും അങ്ങനെ എല്ലാം ഞാൻ കണ്ടു. ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മണപ്പുറത്തേക്ക് പോയി. നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൽ പോയി. അവിടെ പോയി പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒരു എൻ്റെ പാൽക്കാവടിയാണെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടെ അമ്മങ്ങളോടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ നടന്നു വരുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം. അവർ തലയിൽ കുടമൊക്കെ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവർ ഡാൻസ് ഉണ്ടായിരുന്നു, മീൻസ് ആട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറിയ ടൈമിലായതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരിതുപോലെ വരായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീട്ടിൽ പോയി. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിമാർ, അതായത് എൻ്റെ ചിറ്റന്മാരാണ്. ഹായ് പറയ് ഗൈസ് എല്ലാവരും. ഓക്കെ ബൈ. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അനിയൻകുട്ടൻ അവിടെ നിന്ന് പടക്കം പൊട്ടിക്കണ്ടായി കേട്ടോ. ഇത് ചിറ്റയുടെ മോള് മിന്നു. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് എൻ്റെ അമ്മാമ്മയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇറത്തിരുന്ന് പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു ഫിറ്റുണ്ടായത്. അത് വെച്ച് കഴിഞ്ഞാൽ അമ്മു ഒരു ടോർച്ച് കത്തിക്കാനായിട്ട് എടുത്തിട്ട് അത് കത്തനുണ്ടായിരുന്നില്ല. കുറേ നേരമായിട്ട് അവൾ പറയണ്ടായത് കത്തണില്ല. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ് ഇത് തല തിരിച്ചാണ് ഇവള് കത്തിക്കണത്. അത് കഴിഞ്ഞിട്ട് വലിയൊരു റോക്കറ്റ് കത്തിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആ റോക്കറ്റ് കത്തിച്ചപ്പോൾ ആദ്യത്തെ റോക്കറ്റ് സക്സസ് ആയതിൻ്റെ ആവേശത്തിൽ പുള്ളി രണ്ടാമതൊരു റോക്കറ്റ് ഇങ്ങനെ കത്തിക്കാനായിട്ട് പോയി. ഇത് കണ്ടുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്തു, നേരെ റോക്കറ്റ് കത്തിക്കാനായിട്ട് മൂട്ടിലെത്തിയപ്പോഴത്തേനും ഞാൻ ക്യാമറ മുകളിലേക്ക് പിടിച്ചു. പക്ഷെ കോമഡി അതല്ല, സംഭവം പോയത് നേരെ താഴത്തേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചിരി വന്നു. നമ്മളെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കുക ഇത് പോണത് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചക്രവും കമ്പിത്തിരിയൊക്കെ അവിടെ ഇട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പൊട്ടിച്ച് തകർത്ത് നമ്മളൊരു 8 മണിയായി കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് ആലോക്കും. എന്താണെന്ന് വെച്ചാൽ അമ്മലൂൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ വന്നതാണ്. നേരത്തെ പോകുന്നു. അങ്ങനെ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ വിഷു. ഫുഡ് കഴിക്കണമെന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിഷുവിൻ്റെ കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു എല്ലാവർക്കും. ബിലേറ്റഡ് വിഷു ആശംസകൾ.